Hello all, welcome back to the channel Neat Physics. ഞാൻ ഗോപു ചന്ദ്രൻ. അപ്പോൾ നമ്മൾ ഇന്ന് റൊട്ടേഷണൽ ഡൈനാമിക്സിന്റെ ഫൈനൽ പാർട്ടിലേക്ക് കിടക്കുകയാണ്. ഇതിനു മുൻപുള്ള പാർട്സും വീഡിയോസും ഒന്നും കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് വരെയുള്ള വീഡിയോസ് എല്ലാം അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് തിയറി പഠിച്ച ശേഷം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇവിടെ നോക്കിയേ, a round disk of moment of inertia I2, okay, about its axis perpendicular to the plane passing through its center is placed over another disk of moment of inertia I1. അവിടെ രണ്ട് ഡിസ്ക് ഉണ്ട്. I1 എന്ന് പറയുന്നതിന്റെ moment of inertia അല്ലേ, ആ ഒരു ഡിസ്ക് ആംഗുലർ വെലോസിറ്റി ഒമേഗയാണ്. വേറൊരു ഡിസ്ക് I2 സെപ്പറേറ്റ് ആയിട്ട് കറങ്ങുന്നില്ല, അതിന്റെ വെലോസിറ്റി തരാത്തതുകൊണ്ട് ടേക്ക് ഇറ്റ് ആസ് റെസ്റ്റ്, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ, അതായത് ഒന്നുകൂടി ഞാൻ പറയാം, ഒരു ഡിസ്ക് ഉണ്ട്. ഓക്കെ, ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്നുള്ളത് I2 ആണ്. വേറൊരു ഡിസ്ക് ഉണ്ട്, ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് അബൌട്ട് ദി സെന്റർ I1 ആണ്. ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത ഒരു സിംഗിൾ ഡിസ്ക് ആയി വിചാരിക്കുക. അതിന്റെ കോമൺ ആംഗുലർ വെലോസിറ്റി എന്തായിരിക്കും? സോ ഇതിന് ഇതുപോലുള്ളൊരു ചോദ്യം നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ, നാലാമത്തെ പാർട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ലോസിൻ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിച്ചതെങ്കിൽ ഇവിടെ നമ്മൾ കോമൺ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം ഇവിടെ എക്സ്റ്റേണൽ ടോർക്ക് 0 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ എന്താ ചെയ്യുക? M1 V1 ഈക്വൽ ടു M2 V2 എന്നല്ലേ എഴുതുക. ഇവിടെ നമ്മൾ എന്ത് എഴുതും? I1 ω1 ഈക്വൽ ടു I2 ω2 അല്ലേ. സോ I1 ω1 ഓക്കെ ഈക്വൽ ടു I2 എന്ന് പറയുന്നത് എന്താ? ഫൈനൽ. രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ I1 പ്ലസ് I2 ആവില്ലേ. രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ അല്ലെ. ഇതാണ് നമ്മുടെ കേസ് 2, ഇത് നമ്മുടെ കേസ് 1, ഇത് കേസ് 1, ഇത് നമ്മുടെ കേസ് 2. അപ്പൊ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഫൈനൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? I1 പ്ലസ് I2 ആയിരിക്കും. ഓക്കെ, ഇൻറ്റു കോമൺ വെലോസിറ്റി ഒമേഗ ഡാഷ് ആണെന്ന് വിചാരിക്കുക. ഇത് ഒമേഗ എന്ന് തന്നിട്ടുണ്ട്. I1 into omega equal to you will get I1 plus I2 into omega dash. അപ്പൊ omega dash equal to എന്ത് കിട്ടും? I1 into omega by I1 plus I2 എന്ന് കിട്ടും. I1 into omega by I1 plus I2, ഓപ്ഷൻ സി അല്ലേ. അടുത്ത ചോദ്യം. അപ്പൊ അതുപോലെ ഒരു ചോദ്യമാണ്. ഒരു സർക്കുലർ റിംഗ് ഉണ്ട്, മാസ് M ഉണ്ട്, റേഡിയസ് R ആണ്, റൊട്ടേറ്റിംഗ് വിത്ത് ആംഗുലർ വെലോസിറ്റി ഒമേഗയാണ് അല്ലേ. അപ്പൊ ഒരു ഡിസ്ക് റൊട്ടേറ്റിംഗ് വിത്ത് ആംഗുലർ വെലോസിറ്റി ഒമേഗ, റേഡിയസ് R ആണ്, മാസ് M ആണ്. അപ്പൊ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? മൊമെന്റ് ഓഫ് ഇനേഷ്യ mr² ആയിരിക്കില്ലേ. റിംഗ് അല്ലേ. ഇനി രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്തു? ഈ റിംഗിന്റെ ഓക്കെ രണ്ടെൻഡിലും ചെറിയ മാസ് വെച്ചു. ഈ റിംഗിന്റെ രണ്ടെൻഡിലും എന്ത് ചെയ്തു? സ്മോൾ m എന്ന് പറയുന്ന രണ്ട് മാസ് വെച്ചു. അപ്പൊ അവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? I ഡാഷ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഇൻറ്റു R² എന്ന് എഴുതാം. ടോട്ടൽ മാസ് ഇൻറ്റു R². അപ്പൊ ഈ രണ്ടാമത്തെ കേസില് കോമൺ വെലോസിറ്റി ഒമേഗ ഡാഷ് എന്താണെന്ന് ചോദ്യം, ആംഗുലർ വെലോസിറ്റി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ ചെയ്ത പോലെ I1 ω1 ഈക്വൽ ടു I2 ω2 എന്ന് എഴുതാം. I1 ന്റെ വാല്യൂ നമുക്കറിയാം mr² ആണ്, സ്മോൾ r, ഇൻറ്റു ഒമേഗ ഈക്വൽ ടു I2 എന്ന് വെച്ചാൽ എന്ത് വരും? ക്യാപിറ്റൽ M പ്ലസ് സ്മോൾ m ഇൻറ്റു R² എന്ന് വരും. അതിന് ഒമേഗ ഡാഷ് എന്ന് കൊടുക്കാം. R² ക്യാൻസൽ ആകും. ക്യാപിറ്റൽ M ഇൻറ്റു ഒമേഗ ഈക്വൽ ടു ക്യാപിറ്റൽ M പ്ലസ് 2 ഉണ്ടല്ലേ, 2 ഇല്ലേ, 2 ഇൻറ്റു സ്മോൾ m ഇൻറ്റു ഒമേഗ ഡാഷ് എന്ന് വരും. ഓർ ഒമേഗ ഡാഷ് ഈക്വൽ ടു എന്ത് കിട്ടും? ക്യാപിറ്റൽ M ഇൻറ്റു ഒമേഗ ബൈ ക്യാപിറ്റൽ M പ്ലസ് 2m എന്ന് കിട്ടും. ക്യാപിറ്റൽ M ഇൻറ്റു ഒമേഗ ബൈ ക്യാപിറ്റൽ M പ്ലസ് 2m. ഏതാണ് ഇക്വേഷൻ വരുന്നത്? ഇതല്ലേ വരുന്നത്, ഇത് അല്ലേ, ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം. അതുപോലെ ഒരു ചോദ്യമല്ലേ.
അതേപോലൊരു ചോദ്യമല്ലേ ഇത്? 2-ന് പകരം 4 വന്നു, അത്രയല്ലേ ഉള്ളൂ. കാണുമ്പോൾ തന്നെ പറയാൻ പറ്റില്ല, മിക്കവാറും ഇതായിരിക്കില്ല നമ്മുടെ ഉത്തരം അല്ലെ. 2-ന് പകരം 4 അല്ലേ വന്ന്. 2003 ചോദിച്ച ചോദ്യം അല്ലെ. ഇവിടെയും ഇനിഷ്യലി മാസ് എം ആണ്, റേഡിയസ് ആർ ആണ്, ആംഗുലർ വെലോസിറ്റി ഒമേഗ ആണ്. അങ്ങനെയാണെങ്കിൽ I1 ഈക്വൽ ടു എന്തായിരിക്കും? നമുക്ക് എം ഇൻറ്റു ആർ സ്ക്വയർ ആയിരിക്കും. I2 എന്തായിരിക്കും? 4 ഒബ്ജക്റ്റ് വെക്കുന്നുണ്ട്, മാസ് സ്മോൾ എം. അപ്പൊ I2 എന്ന് പറയുമ്പോൾ ടോട്ടൽ മാസ് എന്തായിരിക്കും? ക്യാപിറ്റൽ എം പ്ലസ് 4 ഇൻറ്റു സ്മോൾ എം ആയിരിക്കും. റേഡിയസിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഈ കേസിൽ ω1 ഈക്വൽ ടു ഒമേഗ ആണെങ്കിൽ രണ്ടാമത്തെ കേസിൽ ω2 ഈക്വൽ ടു എന്തായിരിക്കുന്ന ചോദ്യം? നേരത്തെ ചെയ്തപോലെ I1 ω1 ഈക്വൽ ടു I2 ω2 ചെയ്യാം. സോ ക്യാപിറ്റൽ എം ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഒമേഗ ഈക്വൽ ടു ക്യാപിറ്റൽ എം പ്ലസ് 4 ഇൻറ്റു സ്മോൾ എം ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ഒമേഗ ഡാഷ്. ആർ സ്ക്വയർ ക്യാൻസൽ ആകും. ഒമേഗ ഡാഷ് ഈക്വൽ ടു എന്ത് കിട്ടും? എം ഒമേഗ ബൈ ക്യാപിറ്റൽ എം പ്ലസ് 4 ഇൻറ്റു സ്മോൾ എം എന്ന് വരും. എം ഒമേഗ ബൈ ക്യാപിറ്റൽ എം പ്ലസ് 4 ഇൻറ്റു സ്മോൾ എം, ഓപ്ഷൻ ബി. ഇതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒക്കെ ഗുണമായിട്ട്. ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഇനിയും ചോദിക്കാം. അടുത്ത ചോദ്യം, a disk of radius r and mass m. റേഡിയസ് തന്നിട്ടുണ്ട് 2 മീറ്റർ, മാസ് തന്നിട്ടുണ്ട് 100 കിലോഗ്രാം. ഹൊറിസോണ്ടൽ ഫ്ലോറിലൂടെ ഹൊറിസോണ്ടൽ ഫ്ലോറിലൂടെ റോൾ ചെയ്യാണ്. സെന്റർ ഓഫ് മാസിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് അല്ലെ, v ഈക്വൽ ടു 20 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നുവെച്ചാൽ എന്താ? 0.2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഹൗ മച്ച് വർക്ക് ഈസ് നീഡഡ് ടു സ്റ്റോപ്പ് ഇറ്റ്? അപ്പൊ ഇത് പ്രോസസ് ചെയ്യുന്നത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു ബോഡി റോൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ ലീനിയർ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ലീനിയർ കൈനറ്റിക് എനർജിയും പ്രോസസ് ചെയ്യുന്നുണ്ടാവും, അതുപോലെ റൊട്ടേഷണൽ എനർജിയും പ്രോസസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അതില് ലീനിയർ കൈനറ്റിക് എനർജിക്ക് വിളിക്കുന്നവരാണ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ ആണ്. അതുപോലെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. ഓക്കെ, that can be written as half into m into v square into I equal to mk square എന്ന് എഴുതി. I equal to mk square, ഒമേഗ എന്ന് വെച്ചാൽ v square by r square. ഒമേഗ square equal to v square by r square. You will get half m v square into k square by r square എന്ന് കിട്ടും. അപ്പൊ ടോട്ടൽ എനർജി എന്തായിരിക്കും? ടോട്ടൽ എനർജി ട്രാൻസ്ലേഷണൽ എനർജി പ്ലസ് റൊട്ടേഷണൽ എനർജി ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ ഹാഫ് എം വി സ്ക്വയർ ഇൻ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആയിരിക്കും. യു വിൽ ഗെറ്റ് ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇത്രയും എനർജി കൊടുത്താൽ മാത്രം എന്താവുള്ളൂ? അത് സ്റ്റോപ്പ് ആവുള്ളൂ അല്ലേ. അപ്പൊ ഹാഫ് ഇൻറ്റു എം എത്ര വന്നിട്ടുണ്ട്? വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് എം? 100. വി സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാ? 0.2 സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ഡിസ്കിന്റെ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയറിന്റെ വാല്യൂ 1/2 ആണ്. ഡിസ്കിന്റെ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ, ഈ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഡിസ്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം എം ആർ സ്ക്വയർ ബൈ 2 അല്ലേ. ഈ എം ആർ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് 1/2, അതാണ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. എം ആർ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഇവിടെ? 0.2 സ്ക്വയർ എന്ന് വെച്ചാൽ എത്ര വരും? 0.2 സ്ക്വയർ എന്ന് വെച്ചാൽ 0.04 ഇൻറ്റു 100, 4/2. അപ്പൊ 2 ഇൻറ്റു എന്ത് കിട്ടും? 3/2 എന്ന് കിട്ടും. 2 ഇൻറ്റു 3/2 ദാറ്റ് ഈസ് 3 ജൂൾ എന്ന് കിട്ടും. 3 ജൂൾ എന്ന് കിട്ടും, ഓപ്ഷൻ ബി. അപ്പൊ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം ഈ ഒരു കാര്യം പഠിച്ചു വെക്കുക. അതായത് ട്രാൻസ്ലേഷണൽ എനർജിയും റൊട്ടേഷണൽ എനർജിയും ടോട്ടൽ എനർജിയും തമ്മിലുള്ള റേഷ്യോ 1:k² ബൈ ആർ സ്ക്വയർ ഈസ് ടു 1 + k² ബൈ ആർ സ്ക്വയർ ആണെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്വസ്റ്റൻ അല്ല, വരുന്ന ക്വസ്റ്റനിലൊക്കെ നമുക്ക് ഉപകാരപ്പെടും. കൈനറ്റിക് എനർജിയും റൊട്ടേഷൻ എനർജിയും ടോട്ടൽ എനർജി നമ്മൾ റേഷ്യോ 1:k² ബൈ ആർ സ്ക്വയർ ഈസ് ടു 1 + k² ബൈ ആർ സ്ക്വയർ ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്.
ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം, ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ ഒരു ബോൾ റോൾ ചെയ്യാണ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ k ആണ്. ബോളിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ എനർജി ഈസ് റൊട്ടേഷൻ? ടോട്ടൽ എനർജിന്റെ എത്ര ഫ്രാക്ഷൻ ആണ് റൊട്ടേഷൻ? ഞാൻ റേഷ്യോ പറഞ്ഞല്ലോ, ട്രാൻസ്ലേഷനും റൊട്ടേഷനും ടോട്ടലും തമ്മിലുള്ള റേഷ്യോ എന്താ? 1:k²/r²1+k²/r². അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? റൊട്ടേഷൻ എന്ന് വെച്ചാൽ k²/r² ആണ്. ഇവിടെ 1+k²/r² ആണ് ടോട്ടൽ. ദാറ്റ് ഈസ് k²/r² LCM എടുക്കുക, r²/k²/r² എന്ന് കിട്ടും. r² ക്യാൻസൽ. You will get k²/k² + r² എന്ന് കിട്ടും. k²/k² + r² എന്ന് കിട്ടും. ഓപ്ഷൻ സി. ഓപ്ഷൻ സി എന്ന് കിട്ടും. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യം, നോക്കിയേ, 2018-91 ചോദിച്ച ചോദ്യം. സോളിഡ് സ്ഫിയർ. ഈ സോളിഡ് സ്ഫിയർ എന്ന് വെച്ചാൽ നമുക്കറിയാലോ I = എന്തായിരിക്കും? 2/5 mr² ആണ്. അപ്പൊ ഇതിന്റെ k²/r² എന്തായിരിക്കും? ഞാൻ ഷോർട്ട് കട്ട് പറഞ്ഞല്ലോ, mr² കോഎഫിഷ്യന്റ് 2/5 ആയിരിക്കും. k²/r² എന്ന് വെച്ചാൽ 2/5 ആയിരിക്കും. ഇനി ചോദ്യം എന്താ? ട്രാൻസ്ലേഷനും ടോട്ടലും ആണ്. kT + kr എന്ന് വെച്ചാൽ എന്താ? ടോട്ടൽ എനർജിയാണ് അല്ലെ? ട്രാൻസ്ലേഷൻ പ്ലസ് കൈനറ്റിക്. അപ്പൊ ഇവിടെ ചോദ്യം ട്രാൻസ്ലേഷണൽ എനർജിയും ടോട്ടൽ എനർജിയും നമ്മൾ റേഷ്യോ, നമ്മുടെ കൺസെപ്റ്റ് എന്താ? 1:1 + k²/r² ആണ്. 1:1 + k²/r² 2/5 എന്ന് കൊടുക്കുക. സോ 1/, you will get 7/5 എന്ന് കിട്ടും അല്ലേ? ദാറ്റ് ഈസ് 5:7 എന്ന് കിട്ടും. 1/1 + 2/5 അല്ലേ? 1/5 + 2/5 അല്ലേ? 5/7 എന്ന് കിട്ടില്ലേ? ഓപ്ഷൻ ബി. മനസ്സിലായോ ട്രിക്ക്? അടുത്ത ചോദ്യം, സോളിഡ് സിലിണ്ടർ ഞാൻ എന്തായിട്ടാ കൺസിഡർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം സോളിഡ് സിലിണ്ടർ. അതിന്റെ മാസ് തന്നിട്ടുണ്ട് 2 കിലോഗ്രാം, റേഡിയസ് തന്നിട്ടുണ്ട് 50 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 0.5 മീറ്റർ. മുകളിലോട്ടേക്ക് ഇൻക്ലൈൻ ചെയ്യാണ്. അപ്പൊ അതിനു മുമ്പ് ഇൻക്ലൈൻ ചെയ്യുന്ന ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു ബോഡി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ, അത് താഴത്തോട്ടേക്ക് റോൾ ചെയ്യുക അല്ലെങ്കിൽ മുകളിലോട്ടേക്ക് ഇൻക്ലൈൻ ചെയ്യുക, എന്താണെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ എക്സലറേഷൻ എന്ന് പറയുന്നത് g sin θ/1 + k²/r² ആണ്. എക്സലറേഷൻ എന്ന് പറയുന്നത് എന്താ? g sin θ/1 + k²/r² ആണ്. അപ്പൊ ഇവര് ബോഡി മുകളിലോട്ടേക്ക് റോൾ ചെയ്യുന്നു. ഒരു ബോഡി മുകളിലോട്ടേക്ക് റോൾ ചെയ്യുമ്പോൾ മൊത്തം എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവുന്ന ചോദ്യം. മൊത്തം എത്ര ദൂരം? അപ്പൊ നമ്മൾ മുകളിലോട്ടാണെങ്കിൽ റിട്ടാർഡേഷൻ അല്ലെ? v² = u² - 2as ആണ്. അതിൽ v0 കൊടുക്കുക, u² = 2as എന്ന് കിട്ടും. കിട്ടില്ലേ? ഓർ ഡിസ്റ്റൻസ് =u²/2a എന്ന് കിട്ടും. ഇനി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഈ k²/r² ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റിങ്ങിന്റെ കേസിൽ നിങ്ങൾക്ക് 1/2 g sin θ എന്ന് കിട്ടും. ഡിസ്കിന്റെ കേസിൽ 2/3 g sin θ. ഹോളോ സ്ഫിയർ ആണെങ്കിൽ 3/5 g sin θ. സോളിഡ് സ്ഫിയർ ആണെങ്കിൽ 5/7 g sin θ. ഓക്കെ, അപ്പൊ ഇവിടെ u²/2 ഇൻറ്റു എക്സലറേഷൻ ഡിസ്ക് ആണല്ലേ സോളിഡ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ, അതുപോലെയല്ലേ 2/3 g sin θ എന്ന് വരും. 2/3 g sin θ എന്ന് വരില്ലേ? ദാറ്റ് ഈസ് 3u²/4 g sin θ എന്ന് വരും. s = എന്ത് കിട്ടും? 3 ഇൻറ്റു u² 4² എന്ന് കൊടുക്കുക അല്ലെ? u4 തന്നിട്ടുണ്ട്. ബൈ 4 ഇൻറ്റു ജിക്ക് 10 കൊടുക്കുക, sin 30 എന്ന് കൊടുക്കുക. സോ ഒരു 4 ക്യാൻസൽ ആവും. 12/10 ഇൻറ്റു 1/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 12/5. വാട്ട് ഈസ് 12/5 = 2.4. 12/5 = 2.4. ഓപ്ഷൻ ഡി.
ഓപ്ഷൻ ഡി. ഈ കാര്യം നോട്ട് ചെയ്യണേ. 1/2 എന്ന് വെച്ചാൽ 0.5 ആണ്. 2/3 എന്ന് വെച്ചാൽ എന്താ 0.67 ആണ്. 3/5 എന്ന് വെച്ചാൽ 0.6 ആണ്. സോളിഡ് സ്ഫിയർ 0.71. അതായത് ഇത് 4 പേര് ഒരുമിച്ച് റോൾ ചെയ്യാൻ തുടങ്ങിയാൽ ആരായിരിക്കും ആദ്യം താഴ്ത്തുന്നത്? 4 പേരും ഒരുമിച്ച് റോൾ ചെയ്യാൻ തുടങ്ങിയാൽ ആരായിരിക്കും താഴ്ത്തുന്നത്? എക്സലറേഷൻ ആർക്കാ കൂടുതൽ? സോളിഡ് സ്ഫിയർ അല്ലേ കൂടുതൽ. അത് കഴിഞ്ഞിട്ട് ആര് വരും? ഡിസ്ക് പിന്നാലെ വരും. അതിന്റെ പിന്നാലെ ആര് വരും? ഹോളോസ്ഫിയർ ആയിരിക്കും എത്തുന്നത്. ഏറ്റവും അവസാനം താഴ്ത്തുന്നത് റിംഗ് ആയിരിക്കും. ഒരുമിച്ച് 4 പേരും കൂടി റോൾ ചെയ്യാൻ തുടങ്ങിയാൽ ആദ്യം താഴ്ത്തുന്ന ആള് സോളിഡ് സ്ഫിയർ ആയിരിക്കും, അവസാനത്തുന്ന ആള് റിംഗ് ആയിരിക്കും, രണ്ടാമത് ഡിസ്ക് എത്തും, മൂന്നാമത് ആരത്തുള്ളൂ? ഹോളോസ്ഫിയർ എത്തുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഐ എം എക്സ്പെക്ടിങ് എ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ടോപ്പിക്. ഓക്കെ, ഈ ഒരു ഭാഗത്തു നിന്ന് ഞാൻ ഈ ഒരു നീറ്റിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യം. നോക്കിയേ, ഡിസ്ക് സ്ഫിയർ. സ്ഫിയർ എന്ന് വെച്ചാൽ സോളിഡ് സ്ഫിയർ ആണ്. പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ ടേക്ക് ഇറ്റ് എ സോളിഡ് സ്ഫിയർ. ഡിഫറെന്റ് മാസ് ആണ്. ഓക്കെ, സെയിം ഹൈറ്റ്, സെയിം ലെങ്ത്, ഇൻക്ലൈൻ പ്ലെയിനിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് റോൾ ചെയ്താൽ ആരായിരിക്കും ആദ്യം താഴ്ത്തുന്നത്? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സ്ഫിയർ ആയിരിക്കും താഴ്ത്തുന്നത് അല്ലെ. ഡിസ്കിനെക്കാളും എക്സലേഷൻ സോളിഡ് സ്ഫിയറിനാണ് കൂടുതൽ, അവനായിരിക്കും ആദ്യം താഴ്ത്തുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. Ratio of acceleration of solid sphere rolling down an inclined plane without slipping and with slipping. Okay, so solid sphere without slipping എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്ന് വെച്ചാൽ റോൾ ചെയ്തിട്ട് മാത്രം വരുന്നല്ല അർത്ഥം. റോളിംഗ് ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ എക്സലറേഷൻ എന്ന് വെച്ചാൽ സോളിഡ് സ്ഫിയറിന്റെ 5/7 g sin θ. റോളിംഗ് ആണെങ്കിൽ അല്ലെ. ജസ്റ്റ് സ്ലൈഡിംഗ് ആണെങ്കിലോ? ഇത് സ്ലിപ്പിംഗ് അല്ല, സ്ലൈഡിംഗ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. സ്ലൈഡിംഗ് ആണെങ്കിൽ അവിടെ എക്സലറേഷൻ എന്ന് വെച്ചാൽ g sin θ മാത്രമാണ്. സ്ലൈഡിംഗ് ആണെങ്കിൽ g sin θ മാത്രമാണ്. പ്യുവർ റോളിംഗ് ആണെങ്കിൽ എക്സലറേഷൻ 5/7 g sin θ. സ്ലൈഡിംഗ് ആണെങ്കിൽ g sin θ. ഓക്കെ, അപ്പൊ വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്ന് വെച്ചാൽ പ്യുവർ റോളിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. എക്സലറേഷൻ 5/7 g sin θ ആണ്. വിത്ത് സ്ലിപ്പിംഗ് എന്ന് വെച്ചാൽ സ്ലൈഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സലറേഷൻ എന്തായിരിക്കും? ജസ്റ്റ് g sin θ ആയിരിക്കും. അപ്പൊ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? g sin θ ക്യാൻസൽ ആയാൽ 5:7 കിട്ടും. 5:7 ഓപ്ഷൻ. 5:7 എന്താ? ഓപ്ഷൻ എ. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്, റൊട്ടേഷന്റെ. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതിയവരാണെങ്കിൽ മനസ്സിലാക്കണം, നിയർലി 48-49 ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. ഇത്രയും പഠിച്ചാൽ തന്നെ അത്യാവശ്യം നല്ലൊരു എന്താ പറയാ, നല്ലൊരു നോളജ് ആയി കഴിഞ്ഞു റൊട്ടേഷന്റെ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. A solid cylinder of mass m and radius r rolls without slipping down an inclined plane of length L, height h. Speed of center of mass ഒന്നുമില്ല കേട്ടോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എക്സലറേഷൻ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ സാധനം താഴെത്തുമ്പോഴുള്ള വെലോസിറ്റി എന്താ, അതിന്റെ കൂടി ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഹൈറ്റ് എച്ചും ലെങ്ത് എല്ലും ആണെങ്കിൽ വെലോസിറ്റി ഓൺ റീച്ചിങ് ദി ബോട്ടം √2gh/1 + k²/r² നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് നിൽക്കുക. വെലോസിറ്റി അപ്പൊ നമുക്ക് എന്ത് കിട്ടും? √2gh/1 + സോളിഡ് സിലിണ്ടർ ഡിസ്ക് ആണെന്നല്ലേ ഞാൻ പറഞ്ഞേ, 1/2 ആയിരിക്കും k²/r². അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? √4gh/3 എന്ന് കിട്ടും. √4gh/3 ഓപ്ഷൻ സി. ക്ലിയർ ആണോ? അങ്ങനെ നമ്മുടെ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷൻ ആയിരിക്കും. സോ അതുവരെ ബൈ, സി യു, ടേക്ക് കെയർ. റിവിഷൻ നല്ലപോലെ ചെയ്യുക, നന്നായി പഠിക്കുക. കാണാം.